കുരിശിന്റെ തണലിൽ ചേക്കേറുന്ന നവയുഗത്തിലെ വൈദികർ. ഇതാ, അവർ കുരിശിന്റെ കരുണയെ ധ്യാനിച്ച് അനേകരിലേക്ക് ആ സൗരഭ്യം പകരുന്നു. ഇത് കപ്പൂച്ചിൻ സഭയുടെ ആലുവ സെയിന്റ് തോമസ് പ്രോവിൻസിലെ ഫാദർ ഡോക്ടർ ദേവ് അഗസ്റ്റിൻ അക്കര. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ MBBS പഠനത്തിന് ശേഷം ദൈവവിളി സ്വീകരിച്ച് ഇപ്പോൾ ദൈവരാജ്യ വയലിൽ ക്രൂശിതന്റെ സൗഖ്യം പകരുവാൻ ഇറങ്ങിത്തിരിച്ച വൈദികൻ. ദൈവരാജ്യത്തിലെ തളരാത്ത വേലയ്ക്കായി സമർപ്പണം ചെയ്ത വൈദ്യനായ ഈ വൈദികൻ തൻ്റെ ദൈവവിളി അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. ദേവച്ച ശാലോം TV-യിലെ ജോഷു എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഫാദർ ദേവ് അഗസ്റ്റിൻ അക്കര അല്ലേ, അതാണ് അച്ഛൻ്റെ മുഴുവൻ പേര്. ദേവച്ച, അച്ഛൻ്റെ വീട് എവിടെയാണ്, വീട്ടിലാരൊക്കെയുണ്ട് എന്നൊന്ന് പറഞ്ഞു തുടങ്ങാമോ? എൻ്റെ വീട് തൃശ്ശൂർ കുട്ടനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനുജത്തിയുണ്ട്, അനിയനുമുണ്ട്. അച്ഛൻ ബാങ്കിൽ വർക്ക് ചെയ്യായിരുന്നു, ഇപ്പോൾ റിട്ടയറായി. അമ്മച്ചി ഒരു ടീച്ചറായിരുന്നു, റിട്ടയറായി. തൊട്ട് താഴെ അനുജത്തിയാണ്. അനുജത്തി കല്യാണമൊക്കെ കഴിഞ്ഞ് 2 മക്കളുണ്ട്, തൊടുപുഴ ഭാഗത്താണ്. അനിയൻ മത്തായച്ചൻ, ആളും കപ്പൂച്ചിൻ സഭയിലെ ഒരു വൈദികനാണ്. ഞങ്ങളുടെ എലിഞ്ഞിപ്പുറം മൈനർ സെമിനാരിയിൽ വൈസ് റെക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഞാനും എൻ്റെ സഹോദരൻ ഒരുമിച്ചായിരുന്നു ഓർഡിനേഷൻ. നവംബർ 10, 2015 ഞങ്ങൾ പഠനവും ഒരുമിച്ചായിരുന്നു, സെമിനാരി പഠനവും ഒരുമിച്ച് തന്നെയായിരുന്നു. ഞാൻ തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS വിദ്യാർത്ഥി ആയിരുന്നു. 2005 എൻ്റെ ഹൗസ് സർജൻസിക്ക് കഴിഞ്ഞ് പാസ് ഔട്ട് ആയതിന് ശേഷമാണ് ഞാൻ കപ്പൂച്ചിൻ സഭയിൽ അംഗമായി ചേരുന്നത്. ഞാൻ ചേരുമ്പോൾ എൻ്റെ അനിയനും ഓൾറെഡി അവിടെ ഫസ്റ്റ് ഇയർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണ്. എങ്ങനെയാണ് വൈദികനാണെന്നൊരു ആഗ്രഹം ഉണ്ടായത്? അതിന് പ്രത്യേക പശ്ചാത്തലമുണ്ടോ? വൈദികനാകണമെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരെയും പോലെ ചെറുപ്പത്തിലും ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഞാൻ 10 കഴിഞ്ഞിങ്ങനെ പോകണമോ വേണ്ടയോ എന്നൊക്കെ ഒരു ഡിസ്കഷൻ നടക്കുന്നൊരു സമയം ഞാനങ്ങനെ കുറച്ച് വൊക്കേഷൻ ക്യാമ്പ്സൊക്കെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇത് കിട്ടിയായിരുന്നു. പക്ഷേ എനിക്ക് ഒരു സയൻസ് സബ്ജക്റ്റിനോട് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് പോകാം. അപ്പോൾ ഞാനങ്ങനെ പ്രീ ഡിഗ്രി തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും എൻട്രൻസ് പഠിക്കുന്നു, അപ്പോൾ ഞാൻ മാത്രം ഒരു പുറമേ നിൽക്കുന്ന ഒരു അനുഭവം. അപ്പോൾ കൂട്ടുകാരൊക്കെ വിളിച്ചെന്നോട് ജോയിൻ ചെയ്യാൻ, അപ്പോൾ ഞാൻ അവരുടെ കൂടെയും ജോയിൻ ചെയ്തു. അങ്ങനെ ഞാൻ ആദ്യം എനിക്ക് എൻജിനീയറിംഗ് എൻട്രൻസാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ കുറച്ച് നാൾ തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് പോയി. പിന്നെ അത് എനിക്ക് തോന്നി അതെൻ്റെ സ്ഥലമല്ല. പിന്നെ ഞാൻ അത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ വീണ്ടും എൻട്രൻസ് എഴുതി, പിന്നെയാണ് എൻട്രൻസ് കിട്ടുന്നത്. അപ്പോൾ ആ MBBS എൻട്രൻസിന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ കാലഘട്ടങ്ങളിലാണ് ജീസസ് യൂത്ത് മുന്നേറ്റമൊക്കെ ആയിട്ട് കുറേം കൂടി അടുത്തിടപഴകാനും അതിൽ കുറേ ആക്റ്റീവ്ലി ഇൻവോൾവ് ആവാനൊക്കെ പറ്റിയത്. അപ്പോൾ ആ സമയത്ത് ഈശോ എനിക്ക് തന്ന കുറേ കൃപകളെക്കുറിച്ച് അറിയുകയും ഞാൻ അനുഭവിച്ച അതേ എക്സ്പീരിയൻസ്, ഞാൻ അനുഭവിച്ച ആ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആ ലിബറേഷൻ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണം എന്നൊരു ചിന്ത എനിക്ക് വന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു MBBS കഴിയുമ്പോൾ നമ്മളൊരു PG അഡ്മിഷനെ കുറിച്ചൊക്കെ ചിന്തിക്കും. അപ്പോൾ ഞാനും അങ്ങനെ PG അഡ്മിഷനൊക്കെ ഇതായിരുന്നു. പക്ഷെ ഒരു ബേസിക്കലി ഒരു തോട്ട് ഉള്ളിലുണ്ടായിരുന്നു, ഈശോ എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 3 വർഷത്തേക്കൊരു റിഫ്ലക്ഷന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണത്. പിന്നെ അവസാനം ആ 2005 ജീസസ് യൂത്തിൻ്റെ കൂടെ കൊളോൺ വേൾഡ് യൂത്തിലേക്ക് പോയി. പിന്നെ ആ CCയിൽ പോകാൻ ഇതുണ്ട്. അപ്പോൾ ഫ്രാൻസിസ് നമുക്കൊരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു സെയിൻ്റ് ആയിരുന്നു. അപ്പോൾ ആ CCയിൽ വെച്ചാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. ഞാൻ ഫ്രാൻസിസിൻ്റെ അതേ സ്പിരിറ്റിൽ ഈശോയെ അനുഭവിക്കാൻ, അതാണ് ഈശോ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ഒരു ദൈവവിളിയുടെ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് മൂവ് ചെയ്യണത്. അച്ഛൻ അനുഭവിച്ച എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊരു പേഴ്സണൽ റിഫ്ലക്ഷൻ നടത്തുമ്പോൾ ഞാൻ സാധാരണ ഒരു മിഡിയോക്കർ, സാധാരണ ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ബിലോ ആവറേജ് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്, അനന്തമായ സാധ്യതകളുള്ളവനാണെന്നുള്ളൊരു തിരിച്ചറിവ് എന്ന് നമുക്ക് കിട്ടുന്നു. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ ലിബറേഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ
പൊതുവേ എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി ഇങ്ങനെ ഒരു ഇൻട്രോവേർട്ടഡ് ഒക്കെ ആയി അധികം കാര്യങ്ങൾ നമ്മളൊരു പീസ്ഫുൾ ക്രിസ്ത്യൻ ലൈഫ് നയിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു ജീസസ് യൂത്ത് മുന്നേറ്റവും കരിസ്മാറ്റിക് ഇതൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈശോ എന്നെ എടുത്ത് ഉപയോഗിക്കുന്ന പല മേഖലകൾ നമ്മൾ കാണുമ്പോൾ പ്രത്യേകിച്ച് ഓരോരുത്തരുടെ ലൈഫിൽ നമ്മളെ അവരുടെ ലൈഫിൽ നമ്മൾ ചേഞ്ച് ചെയ്യാനും ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് നമ്മിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും നിസ്സാരനായ എന്നിലൂടെ കർത്താവിന് അത്രയും ചെയ്യാമെങ്കിൽ ഇതേപോലെയുള്ള മറ്റുള്ളവർ ഇത് തിരിച്ചറിയുകയാണെങ്കിൽ എന്തായിരിക്കും ഒരു വലിയൊരു വിപ്ലവം തന്നെ ഈ ലോകത്തിൽ സൃഷ്ടിക്കാം. അപ്പോൾ മറ്റുള്ളവരും അറിയണം, അവരും ഈശോയുടെ വളരെ പ്രിയപ്പെട്ടവരാണ്, അവരെക്കുറിച്ചും ഈശോയ്ക്ക് പദ്ധതിയുണ്ട്, അതാരെങ്കിലും ചെന്ന് പറയണം. അങ്ങനൊരു തോട്ട് എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് വെറുതെ ഞാനൊരു പ്രോ ലൈഫ് മൂവ്മെൻ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് ചിന്തയുണ്ടായിരുന്നു നല്ലൊരു പ്രോ ലൈഫ് ഫാമിലി ആവണമെന്നൊക്കെ. അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞ കാര്യം ഒരു ഫാമിലി ആകുമ്പോൾ നമുക്ക് വളരെ ഫാമിലിയുടെ 4 ചുവരുകൾക്കുള്ളിലാണ് അവൻ്റെ മെയിൻ ഉത്തരവാദിത്തം. പക്ഷേ ഒരു വൈദികനോ സന്യാസിയൊക്കെ ആകുമ്പോൾ ലോകം മുഴുവൻ അവൻ്റെ ലിമിറ്റ്ലെസ് ബൗണ്ടറിയാണ്, അവന് എവിടേക്ക് വേണമെങ്കിലും റീച്ച് ഔട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരുടെ അടുത്തേക്കും ഈ ഒരു റീച്ച് ഔട്ട് ചെയ്യാനുള്ളൊരു കോളാണ് എനിക്കെന്നുള്ളൊരു തിരിച്ചറിവാണ് ശരിക്കൊരു ദൈവവിളിയിൽ ഉറപ്പിക്കാനൊക്കെ എനിക്ക് സാധിച്ച വലിയൊരു ചിന്ത എന്ന് തോന്നുന്നു. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയണത് നല്ലതായിരിക്കും തോന്നുന്നു. നല്ലൊരു ക്രിസ്ത്യൻ അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ വളർത്തപ്പെട്ടേക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട 2 കോമ്പോണൻസ് പറയണത് എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, അതുമാത്രമാണ് നമുക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ്. അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ഫസ്റ്റ് വാങ്ങണമെന്നോ അല്ലെങ്കിൽ വളരെ എക്സലൻ്റ് ആവണമെന്നൊന്നുമില്ല. എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, കുർബാനയ്ക്ക് പോകണം, അത് ലോകത്ത് എവിടെയായിരുന്നാലും പോകണം. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇതുവരെ പാലിക്കാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന, എവിടെ പോയാലും വീട്ടിൽ യാത്രയിലാണെങ്കിൽ കാറിലിരുന്നായാലും അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ വളർത്തപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു വൈദിക ജീവിതത്തോട് താല്പര്യം തോന്നി ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ MBBS സമയത്ത് ജീസസ് യൂത്തുമായി ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഫൈനൽ ഇയർ അല്ലെങ്കിൽ 3rd ഇയർ 4th ഇയർ ഒക്കെ കഴിയുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് സ്വാഭാവികമായൊരു ചിന്ത സ്വാഭാവികമായിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്വഭാവം ഡെവലപ്പ് ചെയ്ത് 10ൽ പഠിക്കുമ്പോൾ അമ്മ എന്നെ ഉച്ചയ്ക്ക് ഉറങ്ങാൻ സമ്മതിക്കില്ല. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ അടുത്തൊരു MMPക്കാരുടെ ഒരു ആരാധനാലയമുണ്ട്. അപ്പോൾ അമ്മ പറയും നീ പോയി ആരാധനയ്ക്ക് ഇരിക്കാൻ പറയും. അപ്പോൾ ഞാൻ അവിടെ ഉറങ്ങാൻ വേണ്ടിയാണ് ഇനീഷ്യലി പോകണേ. അപ്പോൾ നമ്മളവിടെ ആദ്യം ഇനീഷ്യലി കുറച്ച് നേരം ഉറങ്ങാനൊക്കെ ശ്രമിക്കും, പക്ഷേ അതൊന്നും പോസിബിൾ അല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഈശോയോട് ഇങ്ങനെ ഒരു സംഭാഷണം എന്നുള്ള രീതിയിൽ എൻ്റെ കാര്യങ്ങൾ പറയാനും ഇത് ചെയ്യാനും അങ്ങനെ ഒരു ആരാധനയുടെ മുമ്പിൽ സമയം ചെലവഴിക്കാവുന്നൊരു സ്വഭാവം ഇങ്ങനെ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇന്ന് വരെ അതങ്ങനെ തുടരാനായിട്ട് കർത്താവ് കൃപ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈശോയുടെ മുമ്പിൽ വെച്ചാണ് ഞാനിങ്ങനെ ചില ഡിസ്കഷൻസും ഇതൊക്കെ ഞാനിനി എന്ത് ചെയ്യണം, ഇതുവരെ എന്നെ എത്തിച്ചത് ഈശോ ആണ്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഡോക്ടർ ആവണമെന്ന്, അല്ലെങ്കിൽ ഈ ലെവലിൽ എത്തണം എന്ന് ഒരിക്കലും ചിന്തിച്ചില്ല. അപ്പോൾ ഈശോ എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായ ചില സമയത്ത് തോന്നും ഡോക്ടർ ആവണം, ആ രീതിയിൽ സേവനങ്ങൾ ചെയ്യണം എന്നൊക്കെ തോന്നും. ചില സമയത്ത് തോന്നും അതല്ല വൈദികനാകണം. അപ്പോൾ ഞാനിങ്ങനെ സ്പിരിച്വൽ ഡയറക്ഷന് അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അച്ഛനോട് ഇങ്ങനെ പറയും, അച്ഛൻ പറയാണ് എനിക്കിങ്ങനെ ഒരു ദൈവവിളി ഉണ്ടെങ്കിൽ ഞാൻ ഈ കോഴ്സ് നിർത്തി ഇപ്പോൾ ഉടനെ അച്ഛനാവാൻ വന്നേക്കാം. പക്ഷേ അച്ഛൻ എന്നോട് പറയും നീ പ്രാർത്ഥിക്കുക, ചിന്തിക്കുക, കോഴ്സൊക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അപ്പം അങ്ങനെ സ്വാഭാവികമായും ചില സമയത്ത് തോന്നും, ചില സമയത്ത് തോന്നില്ല. അങ്ങനെ ഒരു സംഘർഷഭരിതമായ ഒരു 3 years ആയിരുന്നു അത്. ആർക്കും അറിഞ്ഞുകൂടെ, വീട്ടുകാർക്കും അറിഞ്ഞുകൂടെ. പക്ഷെ ഞാനത് കർത്താവിന് മുമ്പിൽ ഇരുന്ന് ആലോചന ചോദിക്കായിരുന്നു. അങ്ങനെ അവസാനത്തെ ഒരു പീക്കിലാണ് ഈ ഒരു വേൾഡ് യൂത്ത് ഡേ വരണതും ഈ ഒരു ഫ്രാൻസിസിൻ്റെ കുഴിമാടത്തിൽ പോകാൻ സാധിക്കുന്നതും. അവിടെ വെച്ചാണ് ഈശോ എന്നെ വിളിച്ചിരിക്കുന്നത് ഫ്രാൻസിസിൻ്റെ കാലടികളിലൂടെ ഈശോയെ പിൻചെല്ലാനാണെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തുന്നതും. ആ ഒരു പരിശീലന കാലഘട്ടം അച്ഛൻ്റെ ജീവിതത്തെ എങ്ങനെ സഹായിച്ചു, അതിൻ്റെ ചില പ്രത്യേകതകൾ ഒന്ന് പറയാൻ പറ്റും? ഞാൻ 24-25 വയസ്സിലാണ് കപ്പുച്ചിൻ സഭയിൽ വരണത്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞവരാണ് എൻ്റെ ബാച്ച് മെമ്പേഴ്സ്. എൻ്റെ അനിയനും ബാച്ച് മെമ്പറാണ്. അപ്പോൾ സ്വാഭാവികമായി ഞാനങ്ങനെ ചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അവർക്കൊരു സന്ദേഹം ഉണ്ടായിരുന്നു, ഞാൻ ഇതിൻ്റെ കൂടെ ചേർന്ന് പോകുമോ. അപ്പം എന്നോട് പറഞ്ഞു ഒരു 2 ആഴ്ച വന്ന് നോക്ക്, എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് ശരിയാക്കാമെന്ന്. പക്ഷേ ഞാൻ അവിടെ ചേർന്നപ്പോൾ എനിക്ക് മനസ്സിലായ ദൈവം ആഗ്രഹിക്കുന്ന ഇടം ഇതാണെന്ന്. അപ്പോൾ സ്വാഭാവികമായി ഒരു കപ്പൂച്ചിൻ ട്രെയിനിങ് എൻ്റെ അറിവിൽ ഒരു റിഗ്രസ് ട്രെയിനിങ് ആണ്, ഒത്തിരി പ്രത്യേകിച്ച് അധ്വാനവും കാര്യങ്ങളും ഇതൊക്കെ. പക്ഷേ എനിക്ക് ഒരിക്കലും ഇന്നേ ഈ ഒരു പോയിൻ്റ് ഓഫ് ടൈം വരെ ഒരിക്കലും അതിനെക്കുറിച്ച് വിഷമമോ അല്ലെങ്കിൽ ഒരു പരാതിയോ സങ്കടമോ തോന്നിയിട്ടില്ല. കാരണം
കർത്താവ് എന്നെ വിളിച്ച ഇടം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വളരെ ജൂനിയറായിട്ടുള്ള ആളുകൾ നമ്മളോട് ഇന്ന വർക്ക് ചെയ്യാൻ പറയുന്നു, ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാനായിട്ട് നമ്മളോട് കൽപ്പിക്കുന്നു. പക്ഷെ അതൊന്നും എനിക്കൊരു വിഷമമായിട്ട് തോന്നില്ല. കാരണം ഈശോ ആഗ്രഹിക്കുന്ന ഇടത്താണ് ഞാനുള്ളത്. അപ്പോൾ ഈശോ ആഗ്രഹിക്കുന്ന പരിശീലനത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഫ്രാൻസിസും ഇതേപോലെയൊക്കെ കടന്നുപോയ ആളാണ്. എനിക്ക് മുമ്പുള്ള ശ്രേഷ്ഠരായ വൈദികർ കടന്നുപോയതാണ്. അപ്പോൾ ആ ഒരു ചിന്തയിൽ എനിക്ക് വൈദിക പരിശീലനം ഏറ്റവും മനോഹരമാക്കാൻ, അതേപോലെ തന്നെ നമ്മളിങ്ങനെ പണിയൊക്കെ എടുക്കുമ്പോൾ സാധാരണക്കാരൻ്റെ വിഷമം അറിയാം. നമ്മളൊരു വചനം പ്രഘോഷിക്കുമ്പോൾ ഒരു പാവപ്പെട്ടവൻ കടന്നു വരുമ്പോൾ അവൻ എത്രത്തോളം അധ്വാനിച്ചിട്ടാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരാൾ ഉറക്കം തൂങ്ങുന്നത് കാണും. അപ്പോൾ നമുക്ക് അവൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ ഒരു കപ്പൂച്ചിൻ വൈദികന് ഏറ്റവും കൂടുതൽ സാധിക്കും. കാരണം അവൻ്റെ പോലെ മണ്ണിലും പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുക്കാനും ഒക്കെ അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരൻ്റെ ഒപ്പം നിൽക്കുക എന്ന് പറയുന്ന ആ പരിശീലന രീതിയാണ് ഏറ്റവും കൂടുതൽ കപ്പൂച്ചിൻ സഭയെ വ്യതിരക്തമാക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അച്ഛൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നു, അച്ഛന് എത്ര 25 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ്, അല്ലെങ്കിൽ MBBS കഴിഞ്ഞിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവിടെ 10ാം ക്ലാസ് കഴിഞ്ഞ് വന്ന ആളുകൾ അല്ലെങ്കിൽ +2 കഴിഞ്ഞ് വന്ന ആളുകളുടെ കൂടെയാണ്. ആ ഒരു ഇത് എങ്ങനെ അച്ഛന്? അത് അത്രയും ഒരു ഏജ് ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഫോർമേറ്റേഴ്സിനൊരു ശങ്കയുണ്ടായിരുന്നു, ഞാനവിടെ പിടിച്ചു നിൽക്കുമോ. അപ്പോൾ എന്നോട് ആദ്യം ഡേവിഡ് പേരാമംഗലച്ചനാണ്, ഞാൻ പ്രൊമോഷനിലായിരുന്നപ്പോൾ എന്നെ വിളിക്കുന്നത്. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു കുറച്ച് ദിവസം ഒന്ന് താമസിച്ച് നോക്കുക, എങ്ങനെയുണ്ടാവും നോക്കട്ടെ. പക്ഷേ എനിക്ക് എൻ്റെ ഇടം അതാണെന്ന് ചെന്ന ദിവസം തന്നെ മനസ്സിലായിരുന്നു. അതുകൊണ്ട് നമ്മളെക്കാളും വളരെ ജൂനിയർ ആളുകൾ നമ്മളോട് ഇന്ന ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ പറയുന്നു, അല്ലെങ്കിൽ ക്ലീനിങ് വർക്കുകൾ, അല്ലെങ്കിൽ പാത്രം കഴുകാൻ പറയുന്നു, അല്ലെങ്കിൽ അടിക്കാൻ പറയുന്നു. അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കൊരിക്കലും ഒരു വിഷമമായിട്ട് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായി കർത്താവ് എന്നെ വഴി നടത്തുന്ന ഓരോ മേഖലകളുമാണ്. അതുമാത്രമല്ല, ഈ ഒരു പണി ചെയ്യുമ്പോൾ ഈ പണി ചെയ്യുന്നവൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടോടുകൂടെ ഈ പരിശീലന കാലഘട്ടം കാണാനും അതൊരു കൃപയുടെ കാലഘട്ടമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നായിരുന്നു അച്ഛൻ്റെ ഓർഡിനേഷൻ? നവംബർ 10, 2015. നവംബർ 10. ഞാനും മത്തായിച്ചനും സഹോദരനും ഒരുമിച്ചായിരുന്നു ഓർഡിനേഷൻ. ആ വൈദികനായ ആ ദിവസം അല്ലെങ്കിൽ ആ നാളുകൾ, ഒരു പരിശീലനത്തിനൊക്കെ ശേഷം ഒരു നീണ്ട കാത്തിരിപ്പ്, ഒരുപക്ഷെ കുഞ്ഞുനാൾ മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു, പിന്നീട് അത് ബോധപൂർവം തിരിച്ചറിഞ്ഞ് പരിശീലനത്തിലൂടെ കടന്നുപോയി ഒരു വൈദികനായ ഒരു സമയം, അത് ആ നാളുകൾ എന്താ അച്ഛൻ്റെ മനസ്സിൽ പെട്ടെന്ന് പറയാൻ തോന്നുന്നു? എനിക്ക് ഒരു വൈദികന ആ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ നമ്മൾ ഇനി മുതൽ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. അതുവരെ എൻ്റെ പ്രാർത്ഥനകളൊക്കെ എൻ്റെ വ്യക്തിപരമായ കുറേ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ മാത്രം ആഗ്രഹങ്ങൾ. ഇന്ന് ഞാൻ അൾത്താരയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടി മാത്രമായി ജീവിക്കുന്നവനല്ല. ഞാനവിടെ ബലിയർപ്പിക്കുമ്പോൾ എൻ്റെ ഈ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്ന അനേകരുടെ സങ്കടങ്ങളും കണ്ണുനീരും വേദനയൊക്കെ സമർപ്പിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ അനുഭവം എൻ്റെ ഒരു അനുഭവമായി മാറ്റിയെടുത്ത് ബലിയർപ്പിക്കാനുള്ളൊരു എന്താ പറയുക, ഒരു വെളിപാടാണ് ശരിക്കൊരു ആ ദിവസങ്ങളിൽ കിട്ടിയത്. കാരണം ഈശോയുടെ അടുത്ത് നിന്നുകൊണ്ട് ഈശോ ഇവൻ്റെ കാര്യവും കൂടി നോക്കണം, ഇവൻ്റെ പ്രശ്നം കൂടി സോൾവ് ചെയ്യണമെന്ന് നമുക്ക് വളരെ പേഴ്സണലായിട്ട് പറയാൻ പറ്റുക. അതാണെന്ന് തോന്നുന്നു ഈ വൈദിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മഹാത്മ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അത് അതിൻ്റെ ഒരു അതോറിറ്റേറിയൻ ഫിഗർ അല്ല ശരിക്കും പറയണത്. അതിലും കൂടുതൽ ഈശോയോടൊപ്പം നിന്നുകൊണ്ട് ശിഷ്യന്മാരൊക്കെ പറഞ്ഞവരെ ഇവൻ്റെ കാര്യം കൂടി നോക്കണം കേട്ടോ, ഇവന് ഇന്ന പ്രശ്നമുണ്ട് കേട്ടോ, അങ്ങനെ നമുക്ക് പറയാൻ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മനോഹാരിത. മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ നിലനിൽക്കുകയും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളാണ് വൈദികൻ എന്നുള്ള തിരിച്ചറിവ് വളരെ വളരെ ആഴമുള്ളതാണ് അച്ഛാ. ഞാൻ ഒന്ന് പുറകോട്ട് പോവാം വീണ്ടും. ഈ രണ്ട് മക്കളെയും വൈദികരാകാൻ വിട്ടു എന്ന് പറയുന്ന ഒരു കുടുംബം, ഇവിടെ എനിക്ക് തോന്നുന്നു കൂടുതൽ നമ്മൾ ഒരുപക്ഷെ കുറേ കൂടെ ഒന്ന് അല്ലെങ്കിൽ ഓർക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ രണ്ടുപേര് പപ്പയും മമ്മി, അല്ലേ എന്താ വിളിക്കണത്? പപ്പയും അച്ഛനമ്മ. എൻ്റെ വീട്ടിലും അത് ഞാൻ എൻ്റെ പപ്പനും പപ്പയും മമ്മി എന്നാണ്, പക്ഷെ എൻ്റെ മക്കളെ എന്നെ അച്ഛനും അമ്മ എന്നാണ് വിളിക്കുന്നത് ഞങ്ങളെ. അപ്പോൾ അച്ഛനും അമ്മയും വളരെ പ്രധാനപ്പെട്ട രണ്ടാളുകളാണ്. സാധാരണ മാതാപിതാക്കളിൽ നിന്ന് ഏറെ പ്രത്യേകത അവർക്കുണ്ട്. അല്ലെങ്കിൽ രണ്ട് മക്കളെ ഇതുപോലെ ദൈവത്തിന് വേണ്ടി, പ്രത്യേകിച്ചൊരു ദൈവവിളിയിൽ, ഒരു സന്യസ്തമായ ഒരു ദൈവവിളിയിലേക്ക് മുഴുവൻ സമയം മാറ്റിവെച്ച്, എന്താണ് മാതാപിതാക്കളെ കുറിച്ച് പെട്ടെന്ന് ഒന്നുകൂടെ ഒന്ന് പറയാൻ തോന്നുന്നത്? എനിക്ക് തോന്നിയൊരു കാര്യം, അവർക്ക് സന്തോഷമായിരുന്നോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം കൂടി. സന്തോഷമായിരുന്നു, പക്ഷേ അതിൻ്റെ ഒരു വേദനയുണ്ട്. ആക്ച്വലി ഞാനതൊന്നും കൃത്യമായി അറിയുന്നില്ല. ഞാൻ സെമിനാരി ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് ഒരു സീരിയസ് റിഫ്ലക്ഷൻ നടത്തുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ കിട്ടിയൊരു പരിശീലനമായിരിക്കണം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് തോന്നുന്നു. എനിക്ക് വീട്ടിലൊരിക്കലും ചില പ്രയോറിറ്റീസ് നമ്മളെ വെക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും അവസാനം വരുന്ന പ്രയോറിറ്റിയാണ് സമ്പാദിക്കുക എന്നുള്ള പ്രയോറിറ്റി.
അപ്പോൾ പണം സമ്പാദിക്കുക എന്നുള്ളൊരു കാര്യം ഞങ്ങളുടെ ലിസ്റ്റിലില്ല. അപ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈശോ എന്താ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിലൂടെ, മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു കൊടുക്കാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്താണോ അതനുസരിച്ച് നിങ്ങൾ ജീവിതം രൂപപ്പെടുത്തുക. അപ്പോൾ എന്നോട് ഒരിക്കലും പഠിക്കണമെന്നോ MBBS പോകണമെന്നോ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നോ എൻ്റെ വീട്ടിൽ ആരോടും പറഞ്ഞതായ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയതായിട്ട് തോന്നണില്ല. ഈശോയോട് ചോദിക്കുക, ഈശോയോട് കൂടെ ചേർന്ന് ജീവിക്കാൻ നമ്മൾ പഠിപ്പിച്ചു, ബാക്കിയെല്ലാം തമ്പുരാൻ നോക്കിക്കൊള്ളും എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യം, ഞാൻ MBBS അഡ്മിഷൻ കിട്ടിയപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ ഒരു ഡോക്ടറാകുന്നത് ഞങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ സമ്പാദിച്ച് ഒരു നിലയിലെത്താൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പം നിൻ്റെ പൈസ കൊണ്ട് ഞങ്ങൾക്കൊന്നും വേണ്ട, ആവശ്യമില്ല. യു ആർ എ മാൻ ഫോർ അതേഴ്സ്. അപ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് നമുക്ക് തന്നെയായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ഒരു മാറി ചിന്തിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ തന്നെ രണ്ടുപേരും, ഞാനിങ്ങനെ ഒരു അച്ഛനാവാൻ ആഗ്രഹിക്കേണ്ടതുണ്ടെന്ന് എൻ്റെ സഹോദരനെ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ അവനൊരു താല്പര്യം ഉണ്ടെന്ന് എനിക്ക് കുറേശ്ശെ അറിയാമായിരുന്നു. അപ്പോൾ അവൻ ജോയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാനും ചെല്ലണത്. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ്ലി നമ്മുടെ ഒരു ദൈവാന്വേഷണം നടത്താൻ വീട്ടിലൊരു സാഹചര്യമുണ്ട് നമുക്ക്. അപ്പോൾ അത് കണ്ടെത്താൻ ആ ഒരു സാഹചര്യം നമ്മളെ സഹായിച്ചു. അപ്പോൾ എന്നോട്, ഞാനിങ്ങനെ അച്ഛനാവണമെന്ന് ഒരാഴ്ച മുമ്പാണ് ഞാൻ വീട്ടിൽ പറയുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ച ഒരേ ഒരു ചോദ്യം ഇതാണ്, പ്രാർത്ഥിച്ച് ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം എടുത്തേക്കണേ? അപ്പോൾ ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. അപ്പോൾ സെമിനാരിൽ ചേരാൻ നേരത്ത് എന്നോട് പറഞ്ഞു, അതല്ല നിൻ്റെ ഇടമെന്ന് തോന്നുകയാണെങ്കിൽ നിനക്ക് തിരിച്ചു വരാം, അതിനെക്കുറിച്ച് സങ്കടമോ വിഷമോ ഒന്നും വിചാരിക്കേണ്ട, ദൈവഹിതമാണ് നിറവേറേണ്ടത്. അങ്ങനെ ഒരു സാഹചര്യമാണ് ശരിക്കും ഒരു ദൈവവിളിയിൽ ഉറച്ചു നിൽക്കാനായിട്ട് കർത്താവ് ഒരുക്കിയ ഇടമെന്ന് തോന്നുന്നു. ആ കുടുംബത്തിൻ്റെ സാഹചര്യം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ഞാൻ ഈ ദൈവവിളിയുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുന്നത്. അച്ഛൻ്റെ വാക്കുകൾ എല്ലാ മാതാപിതാക്കളും കേൾക്കട്ടെ. കാരണം ഇത് മക്കളെ അത്രയും ഒരു സ്വാതന്ത്ര്യത്തോടെ, അതേസമയം ദൈവവുമായിട്ട് ചേർത്ത് നിർത്തുന്ന ബന്ധം വിട്ടുപോവാതെ മക്കൾ വളരുന്നു എന്ന് ഉറപ്പാക്കിക്കൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യം നൽകിയ നല്ല 2 മാതാപിതാക്കളാണ് അച്ഛനും അമ്മയും. അതാണ് ഇത്രയും ക്വാളിറ്റിയുള്ള 2 ദൈവവിളികൾ ഉണ്ടാവാൻ, ഗുണനിലവാരമുള്ള ദൈവവിളികൾ ഉണ്ടാവാൻ കാരണമായത് എന്ന് അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് കൃത്യമാണ്. അച്ഛ, വൈദികനായതിനു ശേഷം ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് 3ാമത്തെ വർഷത്തിലേക്ക് കയറുകയാണ്. എൻ്റെ ഒരു ചിന്ത, ഈ പരിശീലന കാലഘട്ടത്തും വൈദികനായ ഒരു സമയത്തും കർത്താവുമായിട്ടുള്ള ഈ ബന്ധത്തിൽ ചേർന്ന് നിൽക്കാൻ, അച്ഛൻ്റെ ഈ ഒട്ടും ചോർന്നു പോകാത്ത അല്ലെങ്കിൽ കൂടി വരുന്ന ഈ വാക്കുകളിലുള്ള തീ ഇങ്ങനെ കെടാതെ നിൽക്കാൻ എന്താണ് അച്ഛൻ്റെ ഊർജ്ജ സ്രോതസ്? എന്താണ് അതിൻ്റെ സീക്രട്ട്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പേഴ്സണൽ പ്രയർ കർത്താവിൻ്റെ കൂടെ ചിലവഴിക്കുക എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ കർത്താവിന് വേണ്ടിയാണ് ഒരു ജോലിക്ക് ഇറങ്ങിയേക്കണത്. അപ്പോൾ കർത്താവ് അറിയാതെ സുവിശേഷ വേല ചെയ്യരുതെന്ന് നമ്മൾ പറയും. അപ്പം ഞാൻ തന്നെ എൻ്റെതായ ചില പ്ലാനിങ്സോ ഇതുകളോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കില്ല. അപ്പോൾ എൻ്റെ ഇതുവരെയുള്ളൊരു ജീവിതാനുഭവത്തിൽ ഞാനൊരിക്കലും നാളെ ഞാൻ എന്താവണമെന്ന് കർത്താവിനോട് പറയുകയോ ആവശ്യപ്പെടുകയില്ല. കാരണം ഞാൻ ഇന്നുവരെ ഒരു പിന്നിലേക്ക് ചിന്തിക്കുമ്പോൾ ഞാൻ വിചാരിച്ച വഴികളിലൂടെയല്ല കർത്താവ് കൊണ്ടു നടത്തേക്കണം. അപ്പോൾ ഓരോ ദിവസവും ഈശോയെ നിൻ്റെ ഹിതം നിറവേറണം, ഇന്ന് ഞാൻ നിനക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് കർത്താവിന് മുമ്പിൽ നിന്ന് ആലോചന ചോദിക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ. അതിലാണ് ആ ഒരു പേഴ്സണൽ പ്രെയർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നുന്നു ഈ ദൈവവിളിയുടെ മഹാത്മ്യവും അതിൻ്റെ തീയുമൊക്കെ കെടാതെ സൂക്ഷിക്കാൻ സാധിച്ചേക്കണം. അതുപോലെ തന്നെ നമ്മുടേതായ വ്യക്തിപരമായ ചെറിയ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. കാരണം ഈ ലോകത്തിൽ നമ്മൾ കുറച്ച് കാലഘട്ടമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് എന്നിലൂടെ കർത്താവ് അറിയപ്പെടാൻ ഇടവരുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഏറ്റവും മനോഹരമായി യൂട്ടിലൈസ് ചെയ്യുക എന്നാണ് ഞാൻ പറയുക. അങ്ങനെ നമ്മൾ കണ്ടെത്തുമ്പോൾ നമുക്കൊരിക്കലും ഈ ഒരു ഈ തീ അതിൻ്റെ ഒരു തീക്ഷ്ണത കെടാതെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. കാരണം മറ്റൊരു പ്രധാനപ്പെട്ട മേഖല, ഇന്ന് വൈദിക മേഖല ഒത്തിരി വെല്ലുവിളികൾ നേരിടുന്നൊരു കാലഘട്ടമാണ്. കാരണം ഉള്ളതും ഇല്ലാത്തതുമായ ധാരാളം പ്രശ്നങ്ങളുടെ പേരിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യപ്പെടുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഒരു മനസ്സിലുള്ളൊരു ചിന്ത എന്ന് പറയുന്നത്, ഈ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധിയുള്ളൊരു വൈദികനായി ജീവിക്കാൻ അത്ര എളുപ്പമാണോ? വിശുദ്ധിയുള്ളൊരു വൈദികനായി ജീവിക്കുക എന്ന് പറയുന്നത് ചലഞ്ചാണ്. അപ്പോൾ ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, ബലവാന്മാരാണ് സ്വർഗ്ഗരാജ്യം അവകാശപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ചലഞ്ച് എത്രത്തോളം വരുന്നു അതനുസരിച്ച് നമ്മുടെ ക്വാളിറ്റിയും കൂടും. അപ്പോൾ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ നമുക്ക് എത്രത്തോളം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ അതാണ് നമ്മുടെ ക്വാളിറ്റി അളക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇന്ന് നമ്മുടെ ചുറ്റും മീഡിയയുടെ എക്സ്പ്ലോഷൻ, നമുക്ക് വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ.
ഈ മേഖലയിലൊക്കെ ഞാൻ നിൽക്കുമ്പോൾ തന്നെ ഇതിനോടൊക്കെ നോ പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ക്വാളിറ്റി അസസ് ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തിൻ്റെ എല്ലാത്തിൻ്റെയും അധിപനായ, എല്ലാത്തിൻ്റെ മേൽ സർവ്വാധികാരമുള്ള ഈശോയോട് ചേർന്നാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ ലോകത്തെ കാര്യങ്ങളെ പേടിക്കേണ്ട ആവശ്യം? അപ്പോൾ ആ ഒരു ഈശോയുടെ കൂടെയുള്ളൊരു സഞ്ചാരം നമ്മൾ നഷ്ടപ്പെടുത്തുകയും ഞാൻ എൻ്റേതായ വഴികളൊക്കെ തേടി പോകുമ്പോഴാണ് ഈ നമ്മളിങ്ങനെ ഒരു തെറ്റിപ്പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുമാത്രമല്ല, ഈ മറ്റു മേഖലകളിൽ നിന്ന് നമുക്കിങ്ങനെ ഒരു ആക്ഷേപങ്ങളും ഇതുപോലൊക്കെ വളരെ സ്വാഭാവികമാണ്. കാരണം ഈശോയെക്കുറിച്ചും അങ്ങനെ ഉണ്ടായിരുന്നു, ശിഷ്യന്മാരെക്കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിലൊക്കെ പതറാതെ നിൽക്കണമെങ്കിൽ കർത്താവിൻ്റെ കൂടെയായിരിക്കാൻ, ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ അവൻ്റെ കൂടെയായിരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ അതിന് സാധിക്കുമെന്നാണ് എൻ്റെ ഈ ഒരു ചെറിയ കാലഘട്ടത്തിലെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. കർത്താവിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും വലിയൊരു സീക്രട്ടും അല്ലേ? ഞാൻ അച്ഛൻ ചെറുപ്പക്കാരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. തീർച്ചയായിട്ടും ഇന്നും ചെറുപ്പക്കാരനാണ്. പക്ഷേ ജീസസ് യൂത്തുമായി ബന്ധപ്പെട്ടും അച്ഛൻ്റെ ജീസസ് യൂത്തിലേക്കുള്ളൊരു ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത് കോളേജിൽ പഠിക്കുന്നൊരു കാലത്താണ്. ഏറ്റവും നല്ലൊരു പ്രായം, അല്ലെങ്കിൽ ഏറ്റവും ചുറുചുറുക്കുള്ളൊരു പ്രായം, ഏറ്റവും അടിപൊളി പ്രായം, അല്ലെങ്കിൽ കാരണവന്മാർക്ക് ഏറ്റവും തലവേദനയും ചെറുപ്പക്കാർക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു പ്രായം. ഇങ്ങനെയുള്ളൊരു സമയത്ത് ദൈവത്തെ അറിയാനും ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കാനും അച്ഛന് ഭാഗ്യം ലഭിച്ച ഒരാളാണ്. ഇന്ന് വൈദികനായ നിലയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ യുവജനങ്ങളെക്കുറിച്ചുള്ള അച്ഛൻ്റെ ഒരു ദാഹവും ചിന്തയും ഒക്കെ എന്താണ്? നമ്മൾ യുവജനങ്ങൾ ഇന്നായിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. കാരണം അവരുടെ മുമ്പിലുള്ള സാധ്യതകൾ വളരെ അധികമാണ്. അപ്പം നമ്മൾ ആ വ്യക്തിയെ മനസ്സിലാക്കുമ്പോൾ എങ്ങനെ ഒരു റെസ്പോൺസിബിളായിട്ടുള്ള ഫ്രീഡത്തോടുകൂടി ജീവിക്കാൻ പറ്റും, അതാണ് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ എല്ലാതും റെസ്ട്രിക്റ്റ് ചെയ്ത് അങ്ങോട്ട് തിരിയരുത് ഇങ്ങോട്ട് തിരിയരുത് അങ്ങനെയല്ല നമ്മളൊരു യുവാവിനെ അല്ലെങ്കിൽ യുവതിയെ പരിശീലിപ്പിക്കേണ്ടത്. അപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ നന്മയും തിന്മയും എൻ്റെ മുമ്പിൽ വരുമ്പോൾ നന്മ തിരഞ്ഞെടുക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കും, അതിന് നീ എന്താണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു പരിശീലനം നമ്മുടെ വീട്ടിൽ നിന്നും കിട്ടണം. അതേപോലെ തന്നെ റെസ്പോൺസിബിളായിട്ടുള്ള ആളുകളും ഇത് ചെയ്യണം. അപ്പോൾ എന്നോട് വീട്ടിൽ നിന്ന് ഒരു ചെറിയൊരു സജഷൻ പറഞ്ഞേക്കണത് എങ്ങനെയാണ്, വീട്ടിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അത്ര നല്ലതല്ല. അപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു മെജോറിറ്റി ഓഫ് സമയം വീട്ടിലൊരു ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും ഇതിനൊക്കെയാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് മുമ്പും ശേഷമൊക്കെ ഞങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കോളേജിലെ വിശേഷങ്ങൾ ഇതൊക്കെ. അപ്പോൾ യുവാക്കളായ ഞങ്ങളിപ്പോൾ വീട്ടിലെ കാര്യങ്ങളും പുറമേ എന്തൊക്കെ സംഭവിക്കുന്നു അല്ലെങ്കിൽ കോളേജിൽ നടന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ പങ്കുവയ്ക്കായിരുന്നു. അപ്പോൾ എന്നോട് ഇതുവരെ ഒരിക്കലും ഒരു റെസ്ട്രിക്ഷനും പറഞ്ഞിട്ടില്ല. എൻ്റെ രാത്രി ഫോൺ വിളിക്കരുതെന്നോ ഇന്ന സ്ഥലത്തേക്ക് ജീസസ് യൂത്ത് പരിപാടിക്ക് പോകരുതെന്നോ. കാരണം എൻ്റെ പാരൻസിന് അറിയാം എനിക്കിപ്പോൾ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, ബോയ്സ് ആരാണ്, ഗേൾസ് ആരാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായ വ്യക്തതയുണ്ട്. അപ്പോൾ ഒരു സുതാര്യതയോടെ ജീവിക്കാനും റെസ്പോൺസിബിളായി സ്വാതന്ത്ര്യം ഉപയോഗിക്കാനും യുവാക്കൾ പരിശീലിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതല്ലാതെ എല്ലാത്തിനും കൂച്ചുവിലങ്ങിടുക എന്നുള്ള അങ്ങനെ ഒരു പരിശീലനം ഒരിക്കലും വിജയിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും ചുറ്റുമുള്ള യുവജനങ്ങളുമായുള്ള ഇടപഴകലിൽ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം. അച്ഛന് ഇത് പറയുമ്പോഴും യുവജനങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത് ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു വാക്ക്, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഫ്രീഡം, അവർക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നൊരു ഫ്രീഡം, ആ റെസ്പോൺസിബിലിറ്റി എവിടെ നിന്നാണ് അച്ഛാ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എങ്ങനെ അത് ഉറപ്പാക്കാൻ പറ്റും, എന്താണ് അതിൻ്റെ കാതൽ, ചെറുപ്പക്കാർക്ക് എങ്ങനെ ആ ഒരു കൃത്യമായ ട്രാക്കിൽ അവർ എങ്ങനെ എത്തും, അല്ലെങ്കിൽ അത് നടക്കുമെന്ന് ഉറപ്പാക്കുന്നൊരു രഹസ്യം എന്താണ്? ഒന്ന് നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ പക്ഷേ ഈ ചെറുപ്പക്കാർക്ക് അതിനൊക്കെ എങ്ങനെ പറ്റും? ദൈവത്തെ അറിയണം, ദൈവത്തോട് ആലോചിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ അതിലേക്ക് എത്തിപ്പെടും? നമ്മൾ ഒന്ന് നമ്മുടെ എന്തിനൊരു ട്രെയിനിങ് വേണം, ലേണിംഗ് പ്രോസസ്സ് ഉണ്ട്. ലേണിംഗ് എപ്പോഴും ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കിട്ടണേ. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഏതെങ്കിലും ഒരു യുവാവിനോട് ചെന്നിട്ട് നീ നാളെ പോയി പ്രാർത്ഥിക്കണം, നാളെ പോയി ധ്യാനം കൂടി നന്നാവണം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. അപ്പം മിക്കവാറും യുവജനങ്ങൾ ചിലവർ ക്രൈസിസ് വരുമ്പോഴാണ് ഇത്തരം ഒരു തീരുമാനങ്ങളിലേക്ക് വരുന്നത്. പക്ഷേ നമ്മളൊരു ചെറുപ്പത്തിലെ തന്നെ പരിശീലിപ്പിക്കപ്പെടുകയാണെങ്കിൽ, വളരെ ചെറുപ്രായത്തിൽ തന്നെ എങ്ങനെ നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം കണ്ടെത്താം, എങ്ങനെയാണ് ഈശോ എന്നിലൂടെ എന്ത് ആഗ്രഹിക്കുന്നു, അങ്ങനെ ഒരു പരിശീലനം ആണ് ഈ ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് നമ്മൾ ചെല്ലുക. അപ്പോൾ ഞാനൊരു സിറ്റുവേഷനിലായിരിക്കുമ്പോൾ ഈശോ എന്നിൽ നിന്ന് അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മോറൽ കോൺഷ്യൻസ്, എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയേക്കുന്ന കാര്യങ്ങൾ, ആളുകളുടെ ഭാഗത്തു നിന്നും കാര്യങ്ങൾ ചിന്തിക്കണം എന്ന് അങ്ങനെ പരിശീലിപ്പിക്കപ്പെട്ടേക്കുന്ന ചില കാര്യങ്ങൾ. അതേപോലെ തന്നെ വീട്ടിൽ നമുക്ക് സഹായിക്കാൻ കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് ഫാമിലി മെമ്പേഴ്സ് എങ്ങനെ പെരുമാറുന്നു. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ലോകത്തെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും സാധാരണക്കാരെക്കുറിച്ചൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു കോൺഷ്യൻസ് രൂപപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് ഞാൻ കർത്താവിന് മുമ്പിൽ വെച്ച് ഈ കാര്യത്തിൽ ഈശോ എന്ത് ആഗ്രഹിക്കുന്നു,
അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കൃത്യമായി തീരുമാനങ്ങളിലേക്കും ഒരു വൈകാരികമായ തീരുമാനത്തേക്കാൾ അപ്പുറമായി ഒരു വിവേകത്തോടുകൂടെ തീരുമാനങ്ങൾ എടുക്കാനും യുവജനങ്ങൾക്ക് സാധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. അച്ഛൻ പറഞ്ഞപ്പോഴും അച്ഛൻ അതിൻ്റെ ഒരു കാതൽ എന്ന് പറയുന്നത് കർത്താവ് എന്താ ആഗ്രഹിക്കുന്നു, ദൈവഹിതത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ ദൈവഹിതം അനുസരിച്ച് ഓരോന്നും ചെയ്യുക എന്ന് പറഞ്ഞ്. എൻ്റെ ഏറ്റവും അവസാനത്തെ ചോദ്യം ഈ ഒരു എപ്പിസോഡിൽ അവസാനത്തെ ചോദ്യം എൻ്റെ ഇത്രേ ഉള്ളൂ. കാരണം കപ്പൂച്ചിൻ സഭ എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു, തീർച്ചയായിട്ടും എല്ലാ ക്രിസ്തീയ സഭകളും ദൈവാശ്രയത്തിലാണ്, പക്ഷേ കപ്പൂച്ചിൻ സഭ കുറച്ചുകൂടെ ഒരു പ്രകടമായ വിധത്തിൽ പരിപൂർണ ദൈവാശ്രയത്വം പരിശീലിപ്പിക്കുന്ന ഒരു സഭയാണ്, ഫ്രാൻസിസ് അസീസിയുടെ പാതകൾ പിന്തുടർന്നുകൊണ്ട്. അച്ഛൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ദൈവാശ്രയത്വത്തിൻ്റെ ഒരു നിമിഷം, അല്ലെങ്കിൽ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞു പോകുന്നൊരു നിമിഷം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രൈസിസ്, കൺഫ്യൂസ് സ്റ്റേജ്, എന്തും ആയിക്കോട്ടെ, അങ്ങനെ ഒന്നും പറയാനുണ്ടോ? എനിക്ക് തോന്നുന്നു ഏറ്റവും റീസെൻ്റ്ലി സംഭവിച്ചൊരു കാര്യമാണ്. ഈ കഴിഞ്ഞ ജനുവരി 6 എൻ്റെ വീട്ടിലൊരു തീപിടുത്തം ഉണ്ടായി. ഒരു 70% വീട് കത്തിപ്പോയി. നമ്മുടെ പണ്ടത്തെ ചെറിയ മൊമെൻറ്റോസ്, സമ്മാനം കിട്ടിയതും പട്ടത്തിൻ്റെതായ മൊമെൻറ്റോസ്, ഇതൊക്കെ കത്തിപ്പോയി. നമ്മുടെ തൃശ്ശൂരിലെ വീട്ടിൽ കത്തിപ്പോയി. സ്വാഭാവികമായിട്ടും നമുക്ക് ചോദിക്കാം, 2 പേര് അച്ഛന്മാർ, വീട്ടുകാരൊക്കെ പ്രാർത്ഥനക്കാർ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന്. പക്ഷേ എൻ്റെ പാരൻസിൻ്റെ റെസ്പോൺസ് ആയിരുന്നു എന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തിയത്. അവർ പറഞ്ഞ്, ജോബ് പറഞ്ഞതുപോലെ നമുക്കും പറയാം, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തട്ടെ. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ, വീട് കാണുമ്പോൾ തന്നെ സങ്കടം വരും. പക്ഷേ കർത്താവിനൊരു പദ്ധതിയുണ്ട്. ഈശോ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ഇനി ലോകത്തിൻ്റെ രീതിയിൽ എന്തൊക്കെ സംഭവിച്ചാലും എല്ലാം നന്മയ്ക്കായി മാറ്റാൻ പറ്റുന്ന ഈശോയാണ് എൻ്റെ കൂടെയുള്ളെന്നൊരു ബോധ്യം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ 5 പേരും ആരും ഈ ഒരു സംഭവത്തെക്കുറിച്ച് കർത്താവിനോട് പരാതി പറയുകയോ കർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ചിന്തിക്കുകയോ പോലും ആരുടെ മനസ്സിലൂടെ പോലും കടന്നു പോയിട്ടില്ല എന്നാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായി. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന മാറ്റം. ഇങ്ങനൊരു ചൊല്ല് ഞാൻ കേട്ടതുകൊണ്ട്, ഇഷ്ടമില്ലാതെ നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ കഷ്ടകാലത്ത് നിങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം നാളത്തെ ദിനം എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ. ആ സമയത്ത് ദൈവികമായ വെളിപാട് നിങ്ങൾക്ക് കിട്ടുക ഇന്നത്തെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ നേടിയ സമ്പാദ്യമായിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ്, ഈ കഴിഞ്ഞ നാളുകളിൽ നടന്ന ഇൻസിഡൻറ്റ് ഈശോടൊപ്പം നടന്നപ്പോൾ എങ്ങനെ സംഭവങ്ങളെ മറ്റൊരു രീതിയിൽ ദൈവത്തിൻ്റെ ആംഗിളിൽ നിന്ന് ജീവിതത്തെ കാണാൻ പറ്റുക എന്നുള്ളൊരു കാര്യം പഠിപ്പിച്ചൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. വീട്ടിലെ കാര്യം കേട്ടതിൽ സങ്കടമുണ്ട്. പക്ഷേ അച്ഛൻ്റെ അതിനോട് ചേർന്നുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഒട്ടും സങ്കടമല്ല, കുറച്ച് കുടുംബത്തെക്കുറിച്ച് ഓർത്തിട്ടുള്ള വലിയൊരു സന്തോഷമാണ് അച്ഛൻ. കാരണം ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇത് പറയാൻ പറ്റുന്നൊരു കുടുംബം എന്ന് പറയുന്നത് എല്ലാവർക്കും മാതൃകയാണ് അച്ഛൻ. അതോടൊപ്പം തന്നെ അച്ഛൻ പറയാറുണ്ട്, നമ്മുടെ ഒരു ഇഷ്ടമില്ലാതെ ചെയ്യുന്ന പ്രാർത്ഥനകൾ നമ്മുടെ കഷ്ടകാലത്ത് നമുക്ക് ഉപകാരപ്പെടും എന്ന് പറയുന്നൊരു ചിന്ത എത്ര മനോഹരമായിട്ടാണ്. ഒരുമിച്ച് ആ ഒരു ക്രൈസിസിൽ പോലും കുടുംബം ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവപദ്ധതിയായിട്ട് അച്ഛൻ പറയാൻ ശ്രമിച്ച ഒരു വാക്കും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്, കർത്താവിനൊരു പദ്ധതിയുണ്ട്, ആ പദ്ധതിയാണ് നടക്കേണ്ടത്. എന്നായിരുന്നാലും ഈ ഒരു ദൈവാശ്രയത്വവും ഈ ഒരു ബോധ്യവും എന്നും അച്ഛൻ്റെ കുടുംബത്തിനും, പ്രത്യേകിച്ച് ദേവച്ചനും മത്തായി അച്ഛനും നിലനിർത്താൻ പറ്റട്ടെ. അനേകർക്ക് അതൊരു വലിയൊരു മാതൃകയായി പോകട്ടെ. എന്തായാലും വളരെ ഭംഗിയായിട്ട് അച്ഛൻ പങ്കുവച്ച കാര്യങ്ങൾ, കുടുംബത്തെക്കുറിച്ചും ദൈവവിളി വന്ന വഴി, പ്രത്യേകിച്ച് ജീസസിൻ്റെ ഇൻവോൾവ്മെൻറ്റും MBBS പഠിച്ച് അതിനുശേഷം കപ്പൂച്ചിൻ സഭ തിരഞ്ഞെടുത്ത പ്രോസസ്സും, എല്ലാത്തിനും ഒത്തിരി നന്ദി അച്ഛൻ. ദൈവഹിതം നിറവേറ്റാനുള്ള അച്ഛൻ്റെ ആഗ്രഹം എന്നും കൂടെ ഉണ്ടാവട്ടെ. ഈ ആദ്യ എപ്പിസോഡിൽ അച്ഛൻ്റെ സാന്നിധ്യത്തിന് നന്ദി. ശിമയോനും യാക്കോബും യോഹന്നാനും, വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും, വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ